ുകൊണ്ടിരിക്കുന്ന വേദഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. जो हम इतने दिनों से मनन कर रहे हैं, हम उस परमेश्वर वचन में लौट कर आए. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നിന്ന് നമ്മുടെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. मत्ती रचित सुसमाचार 6 अध्याय में से प्रभु मसीह ने जो प्रार्थना के विषय में हमें सिखाया, उसी को मनन कर रहे हैं. 9-ാമത്തെ വാക്യങ്ങൾ തുടങ്ങിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിക്കുവാൻ തക്കവണ്ണം ഇടയായത്. पिछले दिनों हम 9वें आयत से कुछ बातों को मनन कर रहे हैं. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിലുള്ള ആദ്യത്തെ 3 ഭാഗങ്ങൾ, ആദ്യത്തെ 3 യാചനകൾ, പെറ്റീഷൻസ് നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം ഇടയായി. यीशु मसीह ने पहले 3 जो बातें कही, उनको हमने इन दिनों सीखा है. പ്രാർത്ഥനയില് മൊത്തമായി കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയില് 6 വിഷയങ്ങളാണ് പ്രാർത്ഥിക്കുവാൻ കർത്താവ് പഠിപ്പിച്ചിട്ടുള്ളത്. इस प्रार्थना के अंदर यीशु मसीह ने हमें 6 बातों को प्रार्थना करना सिखाया है. ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ടിരിക്കുമ്പോൾ ഈ 6 വിഷയങ്ങളിലായിരിക്കണം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. एक परमेश्वर का दास जो प्रार्थना करना के बैठता है, तो इन 6 विषयों को केंद्र बना के प्रार्थना करना है. ഇതുപോലെ പ്രാർത്ഥിക്കണമെന്നല്ല, പക്ഷെ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ കർത്താവിന്റെ സന്നിധിയിലുള്ള യാചനയുടെ മധ്യത്തിൽ നമ്മുടെ മൈൻഡ് സെറ്റ് ഈ 6 വിഷയങ്ങളിൽ ആയിരിക്കണം. जैसा लिखा वैसा प्रार्थना करने के लिए नहीं, लेकिन हम जब प्रार्थना करने बैठे तो ये 6 बातें हमारे दिमाग में आना है. ആദ്യത്തെ 3 വിഷയങ്ങൾ നമ്മൾ കണ്ടു. അത് ദൈവനാമത്തിന് മഹത്വം കൊടുക്കേണ്ട വിഷയത്തെ കുറിച്ചാണ് കേട്ടത്. पहले 3 बातों को हमने देखा जिसमें परमेश्वर को महिमा हम देते हैं. അങ്ങയുടെ നാമം വിശദീകരിക്കപ്പെടണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. तेरा नाम पवित्र माना जाए, तेरा राज्य आए, जैसे तेरी इच्छा स्वर्ग पूरी होती है पृथ्वी पर भी हो. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മൾ ഏത് സാഹചര്യങ്ങളിൽ ആക്കി വെച്ചാലും, ലോകത്തിൽ എവിടെയാക്കി വെച്ചാലും, ഏത് സന്ദർഭത്തിലായാലും നാം പ്രവർത്തിക്കേണ്ടത്, നാം ചിന്തിക്കേണ്ടത്, നാം പ്രാർത്ഥിക്കേണ്ടത്, നാം ആഗ്രഹിക്കേണ്ടത് ഈ വിഷയത്തിലായിരിക്കണം. നമ്മുടെ കർത്താവിന്റെ നാമം മഹിമപ്പെടണം, അവിടുത്തെ ഇഷ്ടം ഈ ഭൂമിയിലേക്ക് വരണം. അത് മാത്രമല്ല, അവിടുത്തെ നാമം സകല ജാതികളുടെയും മധ്യത്തിൽ വിശദീകരിക്കപ്പെടണം. हम कहीं पर भी हो, किस परिस्थिति में हो, लेकिन हमारा हमेशा एक मुख्य ध्यान होना है कि परमेश्वर का राज्य आए, परमेश्वर के नाम की महिमा हो, जाति जाति के लोग प्रभु को जाने. അടുത്ത 3 വിഷയങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അത് നമ്മളുടേതായിട്ടുള്ള ഭൗമിക വിഷയങ്ങളെ കുറിച്ചുള്ള പ്രാർത്ഥനാ രീതികളാണ്. आगे 3 की प्रार्थना जो है हमारे स्वयं के इस संसार में रहते हुए हमारे भौतिक विषय है. ആദ്യം ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ വേണ്ടി പ്രാർത്ഥിച്ച നമ്മുടെ ഉദ്ദേശ്യം, നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിയുടെ ഉദ്ദേശ്യത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കുന്നവരായ നമ്മൾ അത് പ്രാർത്ഥിച്ച ശേഷം അടുത്ത വിഷയത്തിലേക്ക് കടക്കുകയാണ്. കർത്താവേ, എന്നെ കുറിച്ചുള്ള ചില വിഷയങ്ങൾ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുവാനായിട്ട് പോവുകയാണ്. पहले परमेश्वर के नाम की महिमा देते हुए, उसको महत्व देते हुए, फिर हम दूसरे भाग में आते हैं, प्रभु आपकी क्या इच्छा है, मैं भी अपनी बातों को आपके सम्मुख रखता हूँ. അവിടെ നമ്മൾ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. उसकी 11वीं आयत में लिखा है, हमारी दिन भर की रोटी आज हमें दे. അപ്പോൾ ഈ 3 വിഷയങ്ങളിൽ ആദ്യത്തെ വിഷയമാണ്, നമ്മളെ സംബന്ധിക്കുന്ന ഈ ഭൂമിയിലുള്ള 3 വിഷയങ്ങളിൽ ആദ്യത്തെ വിഷയമാണ് ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. इस संसार में रहते हुए हमारी सबसे महत्वपूर्ण पहली आवश्यकता है, आज की रोटी हमें प्रभु आप दो. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ആത്മീയ വിഷയങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കണമെന്നല്ല നമ്മുടെ കർത്താവ് പഠിപ്പിച്ചത്. നമ്മുടെ ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ പിതാവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് അവിടുന്ന് നമുക്ക് അവകാശം തന്നിട്ടുണ്ട്. അത് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. यो हमको समझना है, केवल आत्मिक बातों को ही प्रार्थना विषय नहीं बनाना, बल्कि हमें अपनी भौतिक आवश्यकताओं को भी प्रभु से कहना है. ഈ വിഷയം പഠിക്കുമ്പോൾ തന്നെ ഒരു കാര്യം ഓർക്കണമേ, അനേകർക്ക് ഭൗതിക വിഷയങ്ങളിൽ നന്മകൾ ലഭിക്കുമ്പോഴാണ് അവർ ആത്മീക വിഷയങ്ങളിൽ നിന്ന് അകന്നു പോകുവാനുള്ള സാധ്യത ഉണ്ടാകുന്നത്. हम अनेकों बार देखते हैं कि भौतिक आवश्यकताएं पूर्ति न होने के कारण ही अनेकों बार अनेक विश्वासी आत्मिक रीति से पीछे हट जाते हैं. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇവിടെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ആത്മീക വിഷയങ്ങളെ മുൻപിൽ വെച്ചുകൊണ്ട്, ദൈവത്തെ മുന്നിൽ വെച്ചുകൊണ്ട്, പിന്നെ നമുക്ക് ലഭിക്കുന്ന ഭൗതിക വിഷയങ്ങളുടെ നന്മയിൽ നാം ഭയപ്പെടേണ്ടതായിട്ടില്ല.
इसलिए यहाँ में हम देखते हैं पहले हम आत्मिक विषयों को प्राप्त ना करें, उसके बाद में हमारी जो भौतिक विषय है उसमें हमें घबराने की जरूरत नहीं है। ദൈവത്തെ മുന്നിൽ നിർത്തുവാൻ തക്കവണ്ണം കഴിയുകയാണെങ്കിൽ if we can put God first in our life, then there won't be any danger in having a physical prosperity. हम प्रभु को प्रमुख स्थान देंगे, आगे क्यों रखेंगे, तो हमारी भौतिक आवश्यकताओं के लिए हमें डरने की चिंता करने की जरूरत नहीं है। എന്റെ കയ്യിൽ ഒരു പക്വതയുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ 10,000 രൂപ കിട്ടിയാൽ ആ വ്യക്തി ഏറ്റവും പ്രയോജനമുള്ള ജീവിതത്തിന് നന്മ പ്രാപിക്കുന്ന ചില കാര്യങ്ങളിൽ ആ 10,000 രൂപ ഉപയോഗിക്കും. एक व्यक्ति के हाथ में 10,000 रुपये मिलेगा तो वो देखेगा कि अपने जीवन के अंदर में इसका जो उसको कैसे इसको अच्छी तरह खर्च किया जाए। എന്നാൽ അതേ 10,000 രൂപ ഇറസ്പോൺസിബിൾ ആയിരിക്കുന്ന, ഉത്തരവാദിത്വമില്ലായിരിക്കുന്ന, വെയ്വേഡ് ആയിരിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ കയ്യിൽ, ഒരു ടീനേജറിന്റെ കയ്യിൽ കിട്ടാമെങ്കിൽ അവൻ ആ 10,000 രൂപ എങ്ങനെയായിരിക്കും ഉപയോഗിക്കുക എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. लेकिन ये 10,000 रुपये किसी जवान को जो ऐसे ही अपने जीवन को जीता है, कोई उत्तरदायित्व नहीं, उसके हाथ में दे दिया जाए, तो हम सोचो कि वो कैसे इस 10,000 रुपये का इस्तेमाल करेगा। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അതുപോലെ തന്നെയാണ് ആത്മീക നന്മകൾ പക്വത പ്രാപിച്ച, ദൈവസന്നിധിയിൽ ബ്രോക്കൺ ആയിരിക്കുന്ന, ദൈവത്തെ അറിഞ്ഞ ഒരാളുടെ കയ്യിൽ ആത്മീക നന്മകൾ എത്ര കിട്ടിയാലും ശരി, അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയും ചുറ്റുപാടുമുള്ള അനേകരുടെ നന്മയ്ക്ക് വേണ്ടിയും ഉപയോഗിക്കപ്പെടാൻ പറ്റും. इसलिए हमको समझना है कि एक आत्मिक व्यक्ति जो है, जो कुछ परमेश्वर उसको देता है, वो उसका सही इस्तेमाल करता है। वो अपने आस पड़ोस के अंदर में, अपने जीवन के अंदर में उसको दूसरों के लिए इस्तेमाल करने के लिए महत्व देता है। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവമക്കളാണെന്ന് പറയുന്നവരുണ്ടാകാം, ദൈവദാസീദാസന്മാരെന്ന് പറയുന്നവരുണ്ടാകാം. അവർക്ക് ഭൗതികമായ നന്മകൾ ഒത്തിരി ഉണ്ടായിരിക്കാം. എന്നാൽ അത് മറ്റുള്ളവർക്ക് കൂടെ അനുഗ്രഹമായി തീരാത്തില്ല എന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? അവർ വേണ്ടും വണ്ണം ദൈവത്തെ അറിഞ്ഞിട്ടില്ലെന്നുള്ളതാണ്. हम देखते हैं कि हो सकता है विश्वासियों के पास में बहुत कुछ आर्थिक अनुग्रह है, लेकिन जब उनको आत्मिक रीति से उनके जीवन के अंदर एक बढ़ोतरी नहीं, आत्मिक परिपक्वता नहीं है, तो वो नहीं जानते उसको कैसे इस्तेमाल करें। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അവർക്ക് ലഭിച്ചിരിക്കുന്ന നന്മകൾ കൂടിക്കൂടി ഭൗതികമായിട്ട് വരുന്നുണ്ട്. എന്നാൽ ഒരു നാളിൽ അവർ ഈ ലോകം വിട്ടു പോകുമ്പോൾ ആർക്കും പ്രയോജനമില്ലാത്ത ഒരു നിക്ഷേപമായി അവർ ഈ ഭൂമിയിൽ അതിനെ വിട്ടിട്ട് പോകേണ്ടി വരുന്നു. अनेकों लोग आर्थिक रीति से संपन्नता प्राप्त करते जाते हैं, लेकिन जीवन के अंदर इसको कैसे इस्तेमाल करें मालूम नहीं होने के कारण संसार छोड़ के चले जाते हैं। वो धन वैसे ही व्यर्थ हो जाता है। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമുക്ക് ആർക്കും ആ അബദ്ധം ഉണ്ടാകുവാന്റെ കോണം ഇടയാകരുത്. നമുക്ക് ദൈവം നന്മകൾ തരുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ അതിന്റെ ഒരു ഭാഗം, എല്ലാമല്ല, ഒരു ഭാഗം നമ്മുടെ ചുറ്റുപാടുമുള്ള സഹോദരങ്ങൾക്ക്, ഇല്ലാത്തവർക്ക് നന്മയായി തീരുവാന്റെ കോണം ഇടയാകേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം, അതിനായിട്ട് ശ്രമിക്കാം. हमें जीवन में हमेशा ये ध्यान रखना है, सतर्क रहना है कि जो कुछ हमें मिलता है उसका एक भाग जो है हम अपने आजू बाजू के लोगों के लिए, दुखों में, कष्टों में, आवश्यकताओं में है, उनके लिए खर्च करे। प्रभु उसके लिए सहायता करे, मदद करे। നമ്മൾ ഈ ലോകത്തിൽ കുറച്ചു കാലമേ ജീവിക്കുവാനായിട്ടുള്ളൂ പോകുന്നുള്ളൂ. എന്നാൽ നാം കടന്നു പോകുന്ന ലോകത്തിൽ അത് പെർമനന്റ് ആയിട്ട്, ഇൻഫിനിറ്റ് ആയും നിത്യമായ യുഗത്തിൽ നാം ജീവിക്കുവാൻ പോകേണ്ടവരാണ്. हमें समझना है यहाँ का ये जीवन बहुत छोटा है, कब समय के लिए है, लेकिन जीवन हम प्रभु के साथ में मरने के बाद बिताने वाले हैं, वो अनंत काल के लिए है। ദൈവവചനത്തിൽ പലയിടത്തും നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. ഈ ലോക ജീവിതത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ചിന്തയൊക്കെയും നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെയും വരുവാനുള്ള രാജ്യത്തെക്കുറിച്ച്, നിത്യമായി വസിക്കുന്ന രാജ്യത്തെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കണമെന്ന്. एक विश्वासी के लिए प्रभु का वचन सिखाता है कि वो जब तक इस संसार में जीता है, आने वाले समय में क्या करने जा रहा है उसके बारे में सोच के उसको जीना है। ഞാൻ പലപ്പോഴും എക്സാമ്പിളായിട്ട് പറയാറുണ്ട്. ഗൾഫിലൊക്കെ ജീവിക്കുന്ന സഹോദരങ്ങളെയൊക്കെ അറിയാമല്ലോ. അവർ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തന്നെയും അവരുടെ സമ്പത്തൊന്നും ഗൾഫ് രാജ്യങ്ങളിൽ വെക്കാറില്ല. കാരണം അവരവിടെ പ്രവാസികളാണെന്ന് അവർ അറിഞ്ഞ് അവർക്ക് ലഭിക്കുന്ന ശമ്പളത്തിന്റെ ഒരു നല്ല ഭാഗം, അവരുടേതായിട്ടുള്ള സേവിങ്സ് അവർ നാട്ടിലേക്ക് അയക്കാറുള്ളത് പതിവ്. केरला से अनेकों लोग जो है गल्फ कंट्रीज में, मुस्लिम राष्ट्रों के अंदर में नौकरी करने के लिए जाते हैं, लेकिन जो कुछ वो कमाते हैं, मेहनत करते हैं, उसका वो इस्तेमाल उन देशों में नहीं करते हैं, क्योंकि उनको मालूम है कि उनका जीवन जो है चंद समय के लिए है, जब तक नौकरी कर रहे हैं।
പ്രൈസ് ഗോഡ്. അതുപോലെ തന്നെ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മൾ ഇവിടെ കുറച്ചു കാലം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ നിക്ഷേപങ്ങളിൽ ഒരു ഭാഗം നാം സ്വർഗത്തിലേക്ക് അയക്കേണ്ടതായിട്ടുണ്ട്. കാരണം അവിടെയാണ് നമ്മൾ നിത്യമായി വസിക്കുവാൻ പോകേണ്ടത്. इसलिए मुझे और आपको समझना है, जब तक मेरा आप संसार में जीवित हैं, हमें अपने जीवन में जो कुछ मिलता है उसका जो हम कुछ भाग जो है स्वर्ग के राज्य में हम इकट्ठा करें। മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്, പുഴുവും തുരുമ്പും കെടുക്കാത്ത, കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാത്ത സ്വർഗത്തിൽ നമ്മുടെ നിക്ഷേപം ഉണ്ടാകണമെന്ന്. इसलिए प्रभु के वचन के अंदर में यीशु मसीह इसी 6ठे अध्याय में कहते हैं, जहाँ कीड़े और खाई न बिगाड़े, जहाँ चोर सेंध न लगाए, वहां प्रभु के राज्य के अंदर तुम अपना धन इकट्ठा करो। ഒരു പക്ഷേ നിങ്ങൾ എന്നോട് ചോദിച്ചേക്കാം, ഈ സ്വർഗത്തിലേക്ക് എങ്ങനെയാണ് നിക്ഷേപം അയക്കാൻ പറ്റുന്നത്? आप एक सवाल पूछ सकते हो, स्वर्ग के अंदर कैसे हम पैसा अपना धन जमा करें। ഈ ഭൂമിയിലായിരിക്കുമ്പോൾ കർത്താവിന്റെ നാമത്തിൽ നാം ചെയ്യുന്നതൊക്കെയും, കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യുന്നതൊക്കെയും, ദൈവമക്കളാകുന്ന സഹോദരങ്ങളെ സഹായിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ നിക്ഷേപമായി മാറിക്കൊണ്ടിരിക്കും. इस संसार में जब आप रहते हैं, दूसरों की सहायता मत करते, आवश्यकताओं के अनुसार उनकी मदद करते हैं, वे जो कुछ हम कर रहे हैं सब कुछ मेरा आप स्वर्ग के राज्य में इकट्ठा कर रहे हैं। കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നാം വേല ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ദിവസങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന മണിക്കൂറുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന അധ്വാനങ്ങൾക്കൊക്കെയും നമുക്ക് ലഭിക്കേണ്ട പേയ്മെന്റ് സ്വർഗത്തിലെ നിക്ഷേപത്തിൽ, സ്വർഗത്തിലെ ബാങ്കിൽ കർത്താവ് ക്രെഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. इस संसार में हम प्रभु के नाम से जो सेवा करते हैं, प्रभु के लिए जो हम समय और अपना धन खर्च करते हैं, सब कुछ हमको समझना है, ये सब कुछ एक एक करके स्वर्ग के राज्य में इकट्ठा होता जा रहा है। വലിയ വലിയ കമ്പനികളിൽ, കോർപ്പറേഷനിൽ, മൾട്ടിനാഷണൽ കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കറിയാം, അവിടെ അവർ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കും. എന്നാൽ എല്ലാം 30-ാം തീയതി ആകുമ്പോൾ അവരറിയാതെ തന്നെ അവർ ജോലി ചെയ്തതിന്റെ ശമ്പളം, അവർ അധ്വാനിച്ചതിന്റെ ശമ്പളം, അവർ ചെലവഴിച്ച സമയത്തിന്റെ ശമ്പളം, അത് ഓവർ ടൈം ഉണ്ടെങ്കിൽ അതിൻ്റെത് കൂടെ ചേർത്തുകൊണ്ട് അവരറിയാതെ തന്നെ ആ കമ്പനി അവരെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എല്ലാ 30-ാം തീയതിയും അയച്ചുകൊണ്ടേയിരിക്കും. हम देखते हैं जो भी नौकरियां करते हैं, कॉर्पोरेशन के अंदर करते हैं, मल्टी कंपनियों में करते हैं, 30 दिन वो नौकरी करेंगे, महीना भर नौकरी करेंगे, लेकिन जितना वो 30 दिन नौकरी करते हैं उसकी तनख्वाह और टाइम जितना करेंगे उसकी तनख्वाह जो है अपने आप ही 30 दिन के बाद उनके बैंक अकाउंट में आ जाता है। ഇതുപോലെ തന്നെയാണ് ഈ ഭൂമിയിൽ നമ്മുടെ കർത്താവിന് വേണ്ടി നാം അധ്വാനിക്കുമ്പോൾ, കർത്താവിന് വേണ്ടി വേല ചെയ്യുമ്പോൾ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി സഭയ്ക്കകത്തായിക്കൊള്ളട്ടെ, സഭയ്ക്ക് പുറത്തായിക്കൊള്ളട്ടെ, സഹോദരങ്ങൾക്കായിക്കൊള്ളട്ടെ, സഹോദരങ്ങൾക്ക് പുറത്തുള്ളവർക്കായിക്കൊള്ളട്ടെ, കർത്താവിന്റെ നാമത്തിൽ ചെയ്യുമ്പോൾ നാം അറിയാതെ തന്നെ അതിന്റെ പ്രതിഫലം സ്വർഗത്തിലെ അക്കൗണ്ടിൽ നിക്ഷേപമായി പോയിക്കൊണ്ടേയിരിക്കും. इसी तरह हमको समझना है, जानना है, जो कुछ प्रभु के नाम से संसार में हम कर रहे हैं प्रभु के राज्य के लिए, वो एक एक करके स्वर्ग के राज्य में इकट्ठा होता जा रहा है। ഞാനൊരു കാര്യം ചോദിക്കട്ടെ സഹോദരങ്ങളെ, നിങ്ങൾ ആരെങ്കിലും അമേരിക്കയ്ക്ക് പോവുകയാണെന്ന് വെച്ചോ, നിങ്ങൾ ആരെങ്കിലും UK വരികയാണെന്ന് വെച്ചോ, അമേരിക്കയിൽ പോകുന്ന നിങ്ങള് നാട്ടിൽ എത്ര വലിയ പണക്കാരനാണ്, കോടികൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു 50 ലക്ഷം രൂപയുടെ ഇന്ത്യൻ കറൻസിയും കൊണ്ട് അമേരിക്കയിലേക്ക് ആരും പോകാറില്ല. हम देखते हैं कि हम अमेरिका के अंदर कोई जाना है, यूके में जाना है, तो आप भारत के अंदर बड़े धनवान हो सकते हैं, लेकिन भारत की जो रुपया है 50 लाख रुपया लेके अमेरिका और यूके में मेरा आप नहीं जा सकते हैं। 50 ലക്ഷം ഇന്ത്യൻ റുപ്പീസ് നമ്മുടെ കയ്യിൽ, നമ്മുടെ ബാഗിൽ ഇരുന്നാലും ശരി, അമേരിക്കയിൽ ഏതെങ്കിലും ഒരു റെസ്റ്റോറന്റിൽ കയറി വിശപ്പിന് ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ 50 ലക്ഷത്തിന്റെ ഇന്ത്യൻ രൂപ കൊടുത്താൽ അവരും വാങ്ങിക്കത്തില്ല. അവർക്ക് വേണ്ടത് $10 ഒരു നോട്ടാ. 50 लाख रुपए लेके आप चले जाए आपके पर्स के अंदर में और एक रेस्टोरेंट में जाके अमेरिका के अंदर खाना खाएं, उसके बाद जब बिल दें, आपके हाथ में जो इंडिया का रुपया है वहां देंगे, वो चलेगा नहीं, क्योंकि वहां पे उनका डॉलर चाहिए उनको। ഹല്ലേലൂയ. അതുപോലെ തന്നെ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ എത്ര ധനവാനാണെന്ന് പറഞ്ഞാലും, എത്ര സ്വത്തുള്ളവരാണെന്ന് പറഞ്ഞാലും, സ്വർഗത്തിൽ കടന്നു ചെന്നിട്ട് ഞാൻ നാട്ടിലെ രാജാവായിരുന്നു, ഞാൻ നാട്ടിലെ നേതാവായിരുന്നു, നാട്ടിലെ വലിയ ആളായിരുന്നു പറഞ്ഞാൽ ഒരു പ്രയോജനവുമില്ല. അവിടെ ചെലവാക്കുവാൻ പറ്റുന്ന കറൻസി കൊണ്ട് മാത്രമേ അങ്ങോട്ട് പോകാൻ പാടുള്ളൂ. इसलिए मेरा स्वर्ग में जाए और कहें कि मैं संसार बड़ा धनवान था, बहुत ही बड़े पद पे रहने वाला था, वो कुछ भी बात वहां चलेगा नहीं। वहां पे जो रुपया चलता है वो रुपया अगर आपने जमा किया है तो ही वहां पे कुछ कर पाओगे।
അതുകൊണ്ട് നമ്മൾ കേട്ടതുപോലെ സഹോദരങ്ങളെ, ഈ ലോകത്തിൽ ദൈവം തന്നിരിക്കുന്ന നന്മകൾ എത്ര ചെറുതാണെങ്കിലും ശരി, എത്ര വലുതാണെങ്കിലും ശരി, അതിന്റെ ഒരു വീതം ദൈവനാമ മഹത്വത്തിന് വേണ്ടി കൊടുക്കുക, ദൈവദാസിദാസന്മാർക്ക് വേണ്ടി കൊടുക്കുക, ദൈവസഭയിലുള്ള സാധുക്കളായ സഹോദരങ്ങളുടെ സഹായത്തിന് വേണ്ടി കൊടുക്കുക. നമുക്ക് ലഭിച്ചിരിക്കുന്ന ആയുസ്സും ആരോഗ്യവും നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയവും ഹാലിലെ നിഷ്കളങ്കതയോടുകൂടി നിസ്വാർത്ഥതയോടുകൂടി കർത്താവിന്റെ നാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുക. അത് അവിടുത്തെ കറൻസിയായി മാറിക്കൊണ്ടേയിരിക്കും. इसलिए मुझे आपको समझना है, मैं मेरे और आपके पास चाहे ज्यादा हो चाहे थोड़ा हो, जो कुछ भी उसका एक भाग हम प्रभु की सेवा के लिए दें, परमेश्वर के दासों को दें, गरीब विश्वासी हमारे कलीसिया में उनके लिए हम खर्च करें, ताकि परमेश्वर के राज्य के अंदर में और आप जाए तो वो धन वहां पे हमको मिलने पाए. ഇവിടെ പ്രാർത്ഥനാ വിഷയം കർത്താവ് പഠിപ്പിച്ചു, ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. यहाँ पे यीशु मसीह ने प्रार्थना करने के लिए कहा, हमारी आज दिन भर की रोटी हमें दे. നമ്മളെ പലരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഈ മനുഷ്യന്റെ 3 വിഷയങ്ങൾ പ്രാർത്ഥിക്കുവാൻ പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്ന വിഷയം ശരീരത്തിന്റെ ആവശ്യമായ ആഹാരത്തെ കുറിച്ചാണ്. यहाँ हम देखें कि सबसे पहले एक मनुष्य की क्या आवश्यकता के लिए प्रार्थना करने के लिए यीशु मसीह कह रहे हैं, मनुष्य की शरीर की आवश्यकता के लिए. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ശരീരത്തിനേക്കാൾ പ്രധാനമുള്ളതല്ലേ ആത്മാവിന്റെ വിഷയം? അങ്ങനെയാണെങ്കിൽ കർത്താവ് എന്തുകൊണ്ട് ആത്മാവിന്റെ വിഷയത്തെക്കുറിച്ച് കാര്യമായി സംസാരിച്ചില്ല, ആദ്യം ശരീരത്തിന്റെ വിഷയത്തെക്കുറിച്ച് എന്തുകൊണ്ട് സംസാരിച്ചു എന്ന് നാം ചിന്തിച്ചു പോയേക്കാം. तो हम जब सोचने लग जाएंगे कि हम वास्तव के अंदर में प्रभु हमको आत्मिक विषय के लिए प्रार्थना करने के लिए कहना था, लेकिन क्यों प्रभु ने फिर हमको अपने शारीरिक विषय को कहने के लिए पहले कहा? വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ഇതിന്റെ മധ്യത്തിൽ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. बहुत ही कुछ महत्वपूर्ण बातों को इसके मध्य मुझे आपको सीखना है. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം, ഫസ്റ്റ് തെസ്സലോനിയൻസ് ചാപ്റ്റർ 5 വേഴ്സ് 23, അവിടെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, മാൻ ഈസ് എ 3-fold ബീയിങ്. 3 തലത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. पहला തെസ്സലോനിയ 5 के 23वीं आयत के अंदर हम देखते हैं, मनुष्य जो है 3 तत्वों से एलिमेंट से बना हुआ है. ആത്മാവ്, ദേഹി, ദേഹം എന്ന 3 തലത്തിലാണ്, 3 ഫോളിലാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. आत्मा, प्राण और देह, इन 3 अलग अलग तत्वों के द्वारा इस परमेश्वर ने मनुष्य को बनाया. ഈ പ്രാർത്ഥനയിൽ 3 വിഷയങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ 3 വിഷയങ്ങളിലും ഓരോ വിഷയത്തിൽ ആത്മാവിനും ദേഹിയിലും ദേഹത്തിനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇതിൽ കർത്താവ് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചത്. प्रार्थना के बारे हम जब पढ़ेंगे तो हम देखेंगे कि इसी तरह आत्मा, प्राण, देह, इन तीनों के बारे में प्रार्थना करने के लिए प्रभु ने कहा है. വളരെ അസെറ്റിക് ആയിട്ടുള്ള ചില ക്രിസ്ത്യൻ ഫെയ്ത്തുകളുണ്ട്. അതായത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ മധ്യത്തിൽ വളരെ ഫനാറ്റിക് ആയിട്ടുള്ള ചില ഉപദേശങ്ങളുണ്ട്. ഈ ശരീരമാണ് ഈ സകല പാപത്തിന്റെയും കാരണം, ഈ ശരീരമാണ് എന്നെ പാപത്തിലേക്ക് നയിക്കുന്നത്, അതുകൊണ്ട് ശരീരത്തെ ഞാൻ എത്രമാത്രം ഉപദ്രവിക്കുന്നുവോ, എത്രമാത്രം അതിനെ ഐസൊലേറ്റ് ചെയ്യുന്നുവോ, അത്രമാത്രം ആത്മീയമായി നാം പുരോഗതി പ്രാപിക്കും എന്ന് പഠിപ്പിക്കുന്ന തെറ്റായ പഠിപ്പിക്കലുകൾ നമ്മുടെ മധ്യത്തിലുണ്ട്. हमारे मध्य में भी कुछ गलत शिक्षाएं पहले से भी है और आज भी है. वो ये है कि शरीर ही है जो मनुष्य को पाप में गिराता है, इसलिए शरीर को दुख दो, वेदना दो. लेकिन परमेश्वर के वचन के अनुसार ये शिक्षाएं जो है गलत है. അത് തന്നെയല്ലേ പല മതങ്ങളിലും നമ്മൾ കാണുന്നത്. ചിലർ അവരുടെ ശരീരങ്ങളെ ദണ്ഡിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ, ഉപദ്രവിക്കുന്നത് കണ്ടിട്ടില്ലേ, ശൂലം കൊണ്ട് കുത്തുന്നത് കണ്ടിട്ടില്ലേ, ഇതൊക്കെ അതുപോലെ ബ്ലീഡ് ചെയ്യുവാൻ കോണം വെട്ടിമുറിക്കുന്നത് കണ്ടിട്ടില്ലേ. ഇതിന്റെ മറ്റൊരു തലമാണ് നമ്മൾ ഇപ്പൊ കേട്ട ആ തെറ്റായ പഠിപ്പിക്കൽ. उसी तरह दूसरे हम धर्मों में देखते हैं, कई जगह हम धर्मों के अंदर वो अपने शरीर को दुख देते हैं, छेदते हैं, खून आता है, लहूलुहान कर देते हैं. उसी तरह हमारे मध्य में भी बहुत सी ऐसी गलत शिक्षाएं हैं. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ശരീരം ഉള്ളത് കൊണ്ടാണ് നമ്മൾ പാപം ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തെറ്റായ ധാരണയുണ്ടോ? क्या आप में से कोई ऐसा सोचता है शरीर है इसलिए मैं पाप करता हूं, ऐसे विचार कोई रखता है क्या? ശരീരമില്ലാത്ത പിശാചിന് ശരീരമില്ലല്ലോ, പക്ഷെ അവൻ മൊത്തം പാപമല്ലേ? लेकिन जिसका शरीर नहीं है वह शैतान है. शरीर है ही नहीं, फिर भी पापियों का पिता है, पाप से भरा हुआ है. യേശു കർത്താവ് ശരീരത്തിൽ വസിച്ചവൻ, അവൻ ഒരു പാപം പോലും ചിന്തിച്ചിട്ട് പോലുമില്ല. यीशु मसीह ने शरीर में वास किया, पाप के बारे में सोचा भी नहीं.
അപ്പോൾ ശരീരമല്ല വിഷയം, ശരീരത്തിനകത്തൊരു ഇച്ഛയുണ്ട്, ഫ്ലഷ് എന്ന് പറയുന്ന ഒരു നേച്ചർ ഉണ്ട്. അതാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം ഉത്തരം. शरीर नहीं है विषय, शरीर के अंदर एक इच्छा शक्ति है, वह है महत्वपूर्ण विषय। ഈ ശരീരത്തെ ഹല്ലേലൂയ ദൈവത്തിന്റെ ഹിതത്തിൽ ആശ്രയിച്ച്, ദൈവകൃപയിൽ ആശ്രയിച്ച്, പരിശുദ്ധാത്മാവിന്റെ വഴികളിൽ നമ്മൾ ഉപയോഗിക്കുന്നു എങ്കിൽ ഒരിക്കലും ഈ ശരീരം പാപം ചെയ്യുന്നില്ല. इस शरीर को प्रभु के हाथ में सौंपने के बाद प्रभु की इच्छा के अनुसार समर्पित पवित्र आत्मा के नियंत्रण में चलाएंगे तो हम कभी भी शरीर हमको इस तरह धोखा नहीं देगा। നമ്മൾ പലരും റോഡിലൂടെ വണ്ടി ഓടിക്കുന്നവരാണ്. എന്നാൽ നമ്മൾ കണ്ടിട്ടില്ലേ, വണ്ടി ഓടിച്ചു പോകുമ്പോൾ ചില വണ്ടികൾ കൊക്കയിൽ മറിഞ്ഞു കിടക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? हम सब गाड़ियां चलाते हैं, लेकिन हम देखते हैं यात्राओं के दौरान कई गाड़ियां जो है बिल्कुल एक्सीडेंट के कारण उल्टी पड़ी हुई हैं। എല്ലാ റോഡിലൂടെ പോകുന്ന വണ്ടികളെല്ലാം ഈ കൊക്കയിലേക്ക് മറിഞ്ഞു പോകാറുണ്ടോ? लेकिन क्या सारी गाड़ियां इसी तरह गड्ढों के अंदर में गिर जाती हैं क्या? പക്ഷെ വണ്ടി ഓടിക്കുന്ന വ്യക്തി സൂക്ഷിച്ചില്ല എങ്കിൽ ആ വണ്ടിയെ അല്ല കുറ്റം പറയേണ്ടത്, ആ ഓടിക്കുന്ന വ്യക്തിക്ക് വരുന്ന നെഗ്ലിജൻസ് ആണ് ആ വണ്ടിയെ അപകടത്തിലേക്ക് നയിക്കുന്നത്. वो गाड़ी क्यों दुर्घटनाग्रस्त हो गया है? गाड़ी नहीं है कारण, गाड़ी को चलाने वाला वो व्यक्ति है उसका मुख्य कारण। ഈ ശരീരം പാപത്തിലേക്ക് പോകുന്നെങ്കിൽ, ഈ ശരീരം പാപം ചെയ്യുന്നെങ്കിൽ അതിന്റെ കാരണം ഈ ശരീരമല്ല, ഇതിനെ നയിക്കുന്ന നമ്മൾ ഓരോരുത്തരുമാണ്. ये शरीर पाप करता है तो दोषी शरीर नहीं है, इस शरीर को नियंत्रित करने वाले मैं और आप हैं दोषी। ആവശ്യമില്ലാത്തതൊന്ന് ചെയ്യുവാൻ, അല്ലെങ്കിൽ ഒന്ന് കാണുവാൻ, ഒന്ന് പറയുവാൻ എനിക്ക് ആഗ്രഹം തോന്നുമ്പോൾ ഞാൻ ഈ ശരീരത്തെ അനുവദിക്കുന്നു എങ്കിൽ മാത്രമേ ശരീരം അത് ചെയ്യത്തുള്ളൂ. जो चीज नहीं देखना, जो नहीं बोलना है, नहीं करना है, हमको मालूम है, लेकिन फिर भी मैं और आप अनुमति देंगे तो ही तो शरीर करेगा। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ശരീരത്തിന് വളരെയധികം പ്രാധാന്യം ദൈവം കൊടുക്കുന്നുണ്ട്. ഈ ശരീരത്തെ നാം സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുമുണ്ട്. प्रभु के वचन में शरीर को बहुत महत्व दिया है। प्रभु ने कहा है शरीर को कैसे तुम नियंत्रण में रखना है। ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, മനുഷ്യനെയും ദൈവം സൃഷ്ടിച്ചതിന് ശേഷം നല്ലതെന്ന് ദൈവം കണ്ടു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. हम देखते हैं उत्पत्ति किताब 1 पहला अध्याय उसके 31 आयत के अंदर में परमेश्वर ने सब कुछ बनाने के बाद में यह कहा कि हाँ, मनुष्य को बनाने के बाद में कहा ये बहुत अच्छा है। നമ്മുടെ മനുഷ്യന് വേണ്ടി ദൈവം നൽകിയിരിക്കുന്നതൊക്കെയും നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. प्रभु ने जो कुछ मनुष्य को दिया है सब कुछ उसकी भलाई के लिए दिया है। നമുക്കറിയാം, ഫെനാറ്റിക്സ് ആയിട്ടുള്ള ചിലര് ഈ ക്രിസ്തീയ വിശ്വാസത്തിൽ തന്നെ ഉണ്ട്. അവര് പറയും ഏറ്റവും കൂടുതൽ ആത്മീയമായി വളരുവാനുള്ള വഴി എന്ന് പറയുന്നത് വിവാഹം കഴിക്കാതെ സന്യാസിമാരായിട്ട് കർത്താവിനെ സേവിക്കാൻ പോകുമ്പോൾ ഒത്തിരി ആത്മീയത വർദ്ധിക്കുമെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. ऐसे बहुत से हमारे मध्य में भी गलत शिक्षक जो बताते हैं कि आत्मिक रीति से बढ़ना है तो शादी मत करो, सन्यासी बन जाओ, एकांत में जाके जीना सीखो। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, വിവാഹം മനുഷ്യന് കൽപ്പിച്ചിരിക്കുന്നത് ദൈവമാണ്. ആദ്യത്തെ വിവാഹം നടത്തിയതും ദൈവം തന്നെയാണ്. मुझे आपको समझना है, विवाह करने की आज्ञा प्रभु ने ही दिया है। पहला विवाह भी प्रभु ने ही किया है। ശരീരത്തിന് ആവശ്യമുള്ളതെല്ലാം, അത് ഭക്ഷണമായിക്കൊള്ളട്ടെ, അത് റെസ്റ്റ് ആയിക്കൊള്ളട്ടെ, അത് സെക്സ് ആയിക്കൊള്ളട്ടെ, അതൊക്കെയും ദൈവം പറഞ്ഞിരിക്കുന്ന വഴികളിൽ ദൈവത്തിന്റെ പ്രമാണപ്രകാരം നാം ചെയ്യുന്നുവെങ്കിൽ അതൊക്കെയും നോക്കിക്കൊണ്ട് ദൈവം പറയും ഇത് നല്ലത് തന്നെയാണ്. शरीर के लिए जो कुछ चाहिए, हमें खाना चाहिए, कपड़े चाहिए, जो कुछ हम अनुभव करते हैं, सेक्स से सब कुछ परमेश्वर ने कैसे करना, इस्तेमाल करना है हमको सिखाया है। ഞാനൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, തീ എന്ന് പറയുന്ന, ഫയർ എന്ന് പറയുന്നത് അത് നല്ലതാണ്. ആ ഫയർ വെക്കേണ്ടിടത്ത് വെക്കുകയാണെങ്കിൽ അത് പ്രയോജനമാണ്, വെക്കരുതാത്തടത്ത് വെച്ചാൽ അത് അപകടവുമാണ്. आग जो है अच्छा है, सही जगह उसको रखेंगे तो फायदा है, सही जगह नहीं रखेंगे तो नुकसानदायक है। അതുപോലെ തന്നെ ദൈവം നമുക്ക് വേണ്ടി ഒരു ബൗണ്ടറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ദൈവവചനപ്രകാരം ഒരു പ്രമാണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അനുവദനീയമായ കാര്യങ്ങൾ അത് നാം ആ പ്രമാണത്തിന്റെ ഉള്ളിൽ നിന്ന് ചെയ്താൽ അത് അനുഗ്രഹവും അത് നന്മയും ദൈവസന്നിധിയിൽ പ്രസാദവുമായി തീരും. उसी तरह मुझे आपको समझना, प्रभु ने एक व्यवस्था में दिया है। प्रभु ने हमारे चारों तरफ एक सीमा बांधा हुआ है और प्रभु ने वचन दिया है, उस वचन के अधीन होके ही चलना और जीना है। എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, നിങ്ങളുടെ മധ്യത്തിൽ അനേക ദൈവത്തിന്റെ ദാസന്മാരുണ്ട്, ദൈവത്തിന്റെ ദാസിമാരുണ്ട് എന്ന് എനിക്കറിയാൻ പറ്റും. हमारे मध्य में अनेकों दास दासियां है, हमें मालूम है।
എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. നമ്മുടെ കുടുംബ ജീവിതത്തെ മറന്ന് നാം ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നമ്മളോട് കൽപ്പിച്ചിട്ടില്ല. प्रभु ने कभी भी मुझे और आपको समझना है, ये आज्ञा नहीं दिया है कि पारिवारिक जीवन को छोड़ के मैं और आप सेवा करें। ഇതിന്റെ പ്രമാണം ഇങ്ങനെയാണ്, ഇതിന്റെ ഓർഡർ ഇങ്ങനെയാണ്. ആദ്യം കുടുംബം, പിന്നെ ആദ്യം കുടുംബം, പിന്നെ സഭ, പിന്നെ ശുശ്രൂഷ. प्रभु ने जो प्रमाण दिया है, पहला परिवार है, दूसरी कलीसिया है, तीसरी है सेवा। സകലത്തിനും മുൻപേ ദൈവമുണ്ട്. ദൈവത്തെ നാം മുന്നിൽ നിർത്തുന്നു. അതിനുശേഷം ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ക്രമീകരണമാണിത്. ആദ്യം നമ്മുടെ കുടുംബം നോക്കണം, അത് കഴിഞ്ഞ് നമ്മുടെ സഭയെ നോക്കണം, അത് കഴിഞ്ഞാണ് ശുശ്രൂഷകളെ നോക്കേണ്ടത്. प्रभु का पहला स्थान प्रभु ने हमको दिया है, उसके बाद संसार में जीने के लिए प्रभु ने एक व्यवस्था दिया है। पहला परिवार है, दूसरी कलीसिया है, तीसरा है सेवकाई। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പലരുടെയും ജീവിതം ഞാൻ കണ്ടിട്ടുണ്ട്. കുടുംബത്തെ മറന്നുകൊണ്ട് ഹാലലി ഇങ്ങനെ ഓടി നടന്ന് നമ്മൾ അധ്വാനിക്കുന്നു. കുടുംബം വേറൊരു രീതിയിലേക്കായി പോകുന്നു. ഭാരത്തോടെ ഇരിക്കുന്ന ഭാര്യയെ, ഹൃദയത്തിൽ വേദനയോടിരിക്കുന്ന ഭാര്യയെ കാണാതെ ഭർത്താവ് ദൈവത്തെ സേവിക്കുവാൻ വേണ്ടി ഇറങ്ങിപ്പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? ദൈവം പ്രസാദിക്കുകയല്ല ചെയ്യുന്നത്, ദൈവം ദുഃഖിക്കുകയാണ്. अनेकों बार मैंने अनेकों दासों के जीवन में देखा है, सेवकाई के लिए दौड़ते रहते हैं, अनावश्यक दौड़ते भागते रहते हैं, परिवार को देखते नहीं है। पत्नी दुखी है, वेदना में है, क्या उसको देख के प्रभु, उसकी सेवकाई को देख के क्या प्रभु कभी प्रसन्न होगा क्या? ഞാനൊരു കാര്യം ചോദിക്കട്ടെ സഹോദര, നീ ദൈവത്തിന്റെ മകനായിരിക്കുന്നത് പോലെ ആ സഹോദരി ദൈവത്തിന്റെ മകളാണ്. इस तरह तू सेवक को समझना है, जैसे तू परमेश्वर का बेटा है, वैसे ही तेरी पत्नी भी परमेश्वर की बेटी है। നീ അവളെ മറന്നിട്ട്, നീ കുടുംബത്തെ മറന്നിട്ട് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ഇറങ്ങി പോകുമ്പോൾ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് ആ പാവപ്പെട്ട സഹോദരി ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം ആരുടെ പ്രാർത്ഥനയാണ് കേൾക്കുന്നത്? നിന്റെ ശുശ്രൂഷകളെയാണോ അംഗീകരിക്കുന്നത്? അതോ തന്റെ മകളുടെ കണ്ണുനീരാണോ സ്വർഗത്തിൽ ദൈവം കാണുന്നത്? इसी तरह आपको समझना है, सेवा करने दास लोगों के लिए परिवार को छोड़ के हम इधर उधर भागते हैं, सेवकाई में अनावश्यक दौड़ते हैं। घर में पत्नी दुखी है, रोते रोते टूटे हृदय के साथ वो रोती प्रार्थना करती है। प्रभु किसकी प्रार्थना को सुनेगा? आपकी सेवकाई की प्रार्थना को सुनेगा, या वो टूटे हृदय के साथ रो रही उस दासी की प्रार्थना को सुनेगा? आप समझें। അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, തിരിച്ചൊന്ന് ചിന്തിക്കണമേ. അനേക ദൈവദാസന്മാർക്ക് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹമുണ്ട്, ശുശ്രൂഷ ചെയ്യുവാൻ ആഗ്രഹമുണ്ട്. സഹോദരിമാരെ സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നു. അവിടെയും ഇതേ അനുഭവം തന്നെയാണ് ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, കുടുംബത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. उसी तरह अनेकों ऐसे दासों का अनुभव है, सेवकाई में आगे बढ़ना चाहते हैं लेकिन पत्नियों को सहयोग नहीं है। वो भी गलत है। हमको समझना है पारिवारिक जीवन के अंदर कैसे चलना जीना है। അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ വിട്ടിട്ട് നമ്മൾ പോകരുത്. കർത്താവിന്റെ സന്നിധിയിൽ പറയുന്നു, ഞാൻ ഈ ശരീരത്തെ കുറിച്ചുള്ള വിഷയങ്ങൾ പഠിപ്പിച്ച കൂട്ടത്തിൽ പറഞ്ഞതാണ്. 1 കൊരിന്ത്യർ 7-ാം അധ്യായം 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കിക്കേ. पहला कुरिन्थियों 7वां अध्याय उसकी 5वीं आयत हम पढ़ें। पहला कुरिन्थियों 7:5। പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാകുവാൻ പരസ്പരം സമ്മതത്തോടെ അല്ലാതെ നിങ്ങൾ വേർപെട്ടിരിക്കരുത്. ഒന്ന് വായിച്ച ദേവദാസ. तुम एक दूसरे से अलग ना रहो, केवल कुछ समय तक आपस में की सहमति से कि प्रार्थना के लिए अवकाश मिले और फिर एक साथ रहो। ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. ശുശ്രൂഷയ്ക്കായി പുറപ്പെടുന്നതിന് മുമ്പ്, ശുശ്രൂഷയിൽ ആയിരിക്കുന്നതിന് മുമ്പ് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ നിങ്ങൾ ഒരുമിച്ച് കെട്ടുറപ്പോടെ, സ്നേഹത്തോടെ, ദൈവസന്നിധിയിൽ താഴ്മയോടെ, ഒരാൾ ഒരാളേക്കാൾ ശ്രേഷ്ഠരായി പരസ്പരം എണ്ണി ദൈവസന്നിധിയിൽ ഉറപ്പുള്ള ഒരു കുടുംബം പണിതതിനു ശേഷമാണ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങേണ്ടത്. आप पारिवारिक सूत्र में बनते हैं, एक दूसरे को मान सम्मान देते हैं, एक दूसरे को बारे में सोचते हैं, प्रार्थना करते हैं। परिवार जीवन अच्छा रखने के बाद ही हम सेवकाई के लिए कदमों को रखें। എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത് പോലെ ഭാര്യ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കേണ്ടിയിരിക്കുന്നു. ഭർത്താവ് സഭയെ കർത്താവ് സ്നേഹിച്ചതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കേണ്ടിയിരിക്കുന്നു. उसी तरह एफिसियों के पत्र 5वें अध्याय हम देखते हैं, पति और पत्नी दोनों के लिए प्रभु ने आज्ञा दिया। पत्नी अध्याय है जो पति के अधीन रहे, उसी तरह पति भी अपनी पत्नी को प्रेम करे। ഹല്ലേലൂയ. ആ ബന്ധത്തിലൂടെ മാത്രമേ കർത്താവിനെ സേവിക്കുവാനായിട്ട് കഴിയൂ. അതല്ല എങ്കിൽ ദുഷ്ടനാകുന്ന പിശാച് ആ കുടുംബത്തെ തകർത്ത് കളയും.
इस संबंध के साथ ही हम परिवार जीवन बिताना है, उसके बाद हमको सेवा करना है, नहीं तो शैतान हमारे जीवन को तबाह कर देगा। അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ശരീരത്തെ കുറിച്ചാണ്. നമ്മുടെ ശരീരത്തിന് വേണ്ടതിനെ ഒക്കെയും കർത്താവ് അറിയുന്നു. അത് തക്ക സമയത്ത്, അത് വ്യക്തി ആയിക്കൊള്ളട്ടെ, കുടുംബമായിക്കൊള്ളട്ടെ, വ്യക്തിയുടെ ആവശ്യമായിക്കൊള്ളട്ടെ, കുടുംബത്തിന്റെ ആവശ്യമായിക്കൊള്ളട്ടെ, ദൈവം അത് തന്ന് സഹായിപ്പാൻ തക്കോണം വിശ്വസ്തനായി നമ്മളോട് കൂടെ ഉണ്ട്. प्रार्थना में हमने देखा प्रभु ने कहा अपने शरीर के लिए आवश्यकताओं के लिए प्रार्थना करने के लिए, वो हम जो अपने शरीर के लिए कहते हैं, प्रभु से मांगते हैं, प्रभु उस समय पे हमारे लिए कार्य करता है। എന്താണ് ശരീരത്തിന് ഇത്ര പ്രാധാന്യം ദൈവം കൊടുക്കുവാനുള്ള കാരണം? क्यों प्रभु ने शरीर को इतनी प्राथमिकता दिया है, उसका कारण क्या है? 1 കൊരിന്ത്യർ 6 അധ്യായത്തിന്റെ 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും. पहला कुरिन्थियों 6 अध्याय 13 से लेके 19 आयत हम पढ़ेंगे तो हमें पता चलेगा। पहला कुरिन्थियों 6 अध्याय 13 से 19। അവിടെ പഠിക്കുമ്പോൾ 3 പ്രധാന വിഷയങ്ങളാണ് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. वहां पे इन आयतों में 3 महत्वपूर्ण बातें शरीर से संबंधित कहा गया है। ഒന്ന് പറയുന്നത് the body is for the Lord and the Lord is for the body. एक बात प्रभु लिखा है, देह जो प्रभु के लिए है और प्रभु देह के लिए है। വളരെ ശ്രദ്ധയോടെ അതൊന്ന് കേൾക്കണമേ സഹോദരങ്ങളെ. എന്റെ ശരീരം ഞാൻ കർത്താവിന് വേണ്ടി കൊടുക്കുമ്പോൾ കർത്താവ് എന്റെ ശരീരത്തിന് വേണ്ടിയായി മാറും. देह हम प्रभु को देंगे तो प्रभु हमारे देह के लिए कार्य करेगा। എന്റെ ശരീരത്തിന് വേണ്ട വിഷയങ്ങളുടെ ആവശ്യം, അത് സൗഖ്യമായിക്കൊള്ളട്ടെ, മറ്റെന്തെങ്കിലും വിഷയമായിക്കൊള്ളട്ടെ, ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഐ മസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് മൈ ഹോൾ ബോഡി ഈസ് സബ്മിറ്റഡ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗാഡ്. मेरे शरीर में कुछ भी आवश्यकता हो, चंगाई चाहिए, छुटकारा चाहिए, मैंने अपने शरीर को प्रभु के लिए दे दिया है, तो प्रभु उसके लिए कार्य करने के लिए है। ശാരീരിക ബുദ്ധിമുട്ട് കാരണം, രോഗം കാരണം എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ നാളുകളിൽ എത്ര മരുന്ന് സേവിച്ചിട്ടും അതിനൊരു സൗഖ്യം കാണുവാൻ കഴിയുന്നില്ലെങ്കിൽ, ഇന്നത്തെ രാത്രികാലം ഈ വചനത്തിന്റെ മുമ്പിൽ ഒന്ന് താഴ്ത്തി കൊടുത്തുകൊണ്ട്, കർത്താവേ എന്റെ ശരീരത്തിന് അങ്ങ് സൗഖ്യം തരണമേ, എന്റെ ശരീരത്തെ അങ്ങയുടെ നാമമഹത്വത്തിന് വേണ്ടി അങ്ങയുടെ കൈകളിൽ ഞാൻ സമർപ്പിക്കുകയാണെന്ന് പ്രാർത്ഥിച്ച്. काफी समय से आप शरीर में अनेक रोगों से पीड़ित हैं। आज इस शरीर को प्रभु के हाथों में दे दें संपूर्ण रीति से, और प्रभु से कहें, प्रभु मेरे शरीर की इन बीमारियों को आप चंगाई दें। ഹല്ലേലൂയ. അങ്ങനെ അവിടുന്ന് എനിക്ക് സൗഖ്യം തരുകയാണെങ്കിൽ, അങ്ങയുടെ സഭയ്ക്ക് വേണ്ടി, അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി ഈ ശരീരം കൊണ്ട് എനിക്ക് ചെയ്യുവാൻ കഴിയുന്നതൊക്കെയും അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി ഞാൻ ചെയ്യും എന്നൊന്ന് ഒരു ഉടമ്പടി ചെയ്ത ദൈവസന്നിധി. प्रभु के साथ मेरा आप वादा करें कि प्रभु हाँ, अगर आप मेरे शरीर को चंगाई करोगे तो मैं आपके कलीसिया के लिए, आपके राज्य के लिए सेवा करूंगा। യേശുവിന്റെ നാമത്തിൽ, യേശു കർത്താവിന്റെ നാമത്തിൽ, in the mighty name of Lord Jesus Christ, I am commanding that to happen in your life. നിങ്ങളുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുവാൻ തക്കവണ്ണം ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. प्रभु यीशु मसीह के नाम से आपके शरीर में ऐसा ही हो, आपको चंगाई छुटकारा मिले, अधिकार के साथ मैं आपके लिए प्रार्थना करता हूँ। हालेलुया। മുന്നോട്ടുള്ള നാളുകളിൽ അത്ഭുതമായ ശക്തി ശരീരത്തിൽ ഹല്ലേലൂയ സ്വീകരിച്ചുകൊണ്ട് കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി വേല ചെയ്യുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. आने वाले समय के अंदर में चंगाई छुटकारे के साथ, सामर्थ के साथ प्रभु की सेवकाई में आप लगे रहे, मेरी प्रार्थना है। അപ്പോൾ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത് നമ്മൾ കേട്ടത് ബോഡി ഈസ് ഫോർ ദ ലോർഡ് ആൻഡ് ദ ലോർഡ് ഈസ് ഫോർ ദ ബോഡി. हमने पहला देखा कि शरीर प्रभु के लिए है और प्रभु शरीर के लिए है। രണ്ടാമത് ആ ഭാഗത്ത് ആ ടെക്സ്റ്റിൽ നമ്മൾ വായിക്കുന്നത് ബോഡീസ് ആർ ദ മെമ്പേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. दूसरा हम देखते हैं, ശരീരങ്ങൾ ക്രിസ്തുവിന്റെ ഭാഗമാണ്. दूसरा हम देखते हैं कि जो शरीर जो है हमारा प्रभु यीशु मसीह के शरीर का भाग्य है। അതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരുമിച്ച് ദൈവസഭയിലേക്ക് കടന്നു വരുമ്പോൾ ദാറ്റ് ഈസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. इसका अर्थ क्या, मेरा आप जब एक कलीसिया में इकट्ठे होते हैं तो हम सब मिलके यीशु मसीह का शरीर बनते हैं। അവിടുത്തെ ശരീരത്തിന്റെ ഭാഗമായി ഞാൻ തീരുമ്പോൾ, എന്നെ കാണുമ്പോൾ മറ്റുള്ളവർ കർത്താവിന്റെ മഹത്വം എന്നിലൂടെ അനുഭവിക്കണം. हम उस शरीर का हिस्सा जब बनेंगे यीशु मसीह का, तो हमारे जीवन से प्रभु के नाम की महिमा दूसरे देखना है। ഈ ലോകം കർത്താവിനെ അറിയേണ്ടത്, ഈ ലോകം ക്രിസ്തുവിനെ അറിയേണ്ടത് എന്നിലൂടെയും നിങ്ങളിലൂടെയുമാണ്. ये संसार जो है प्रभु को किसके द्वारा जानना है, मेरे और आपके द्वारा जानना है।
നന്മ ഞാൻ ഈ ലോകത്തിന് ചെയ്യുമ്പോൾ, മറ്റുള്ളവരെ ഞാൻ ആശ്വസിപ്പിക്കുമ്പോൾ, മറ്റുള്ളവരെ ഞാൻ കരുതുമ്പോൾ, കർത്താവിന്റെ സ്നേഹം എന്നിലൂടെ മറ്റുള്ളവർ കാണുവാനിടയാകും. हम संसार के अंदर में दूसरों के लिए कुछ करते हैं, भलाई करते हैं, तो क्या होता है? प्रभु के नाम की महिमा हमारे द्वारा होती है। അപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എന്റെ ശരീരം കർത്താവിന്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമാണ്. इस तरह हमको समझना है कि मेरा शरीर क्या हो रहा है, प्रभु के कलीसिया का एक हिस्सा बन रहा है। മൂന്നാമത് ആ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബോഡി ഈസ് ദ ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. तीसरा हमको समझना है हमारा शरीर जो है परमेश्वर का मंदिर है। കർത്താവ് വസിക്കുന്നത് നമ്മുടെ ശരീരത്തിലാണ്. प्रभु स्वयं हमारे शरीर में वास करता है। പഴയ നിയമത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആലയമുണ്ട്, യെരുശലേമിൽ ദൈവാലയമുണ്ട്. അതുപോലെ തന്നെ പാലസ്തീനിന്റെ പല ഭാഗത്ത്, ഇസ്രായേലിന്റെ പല ഭാഗത്ത് ചെറിയ ചെറിയ ദേവാലയങ്ങൾ, അതായത് സിനഗോഗുകളുണ്ട്. പ്രധാനമായിട്ടൊരു ദേവാലയമുണ്ട്. അതിന്റെ അർത്ഥം പണ്ട് മന്ദിരം എന്ന് പറയുമ്പോൾ മനുഷ്യനുണ്ടാക്കിയ മന്ദിരങ്ങളിലായിരുന്നു ദൈവം വസിച്ചിരുന്നത്. पहले यहूदियों के लिए यरूशलेम के अंदर मुख्य मंदिर था और आसपास के इलाकों में सिनगोग करके छोटे छोटे मंदिर थे। इसका अर्थ क्या है? पहले मंदिर जो है मनुष्य के द्वारा बनाएगी, वो बिल्डिंग थी, बिल्डिंग कहलाती थी प्रभु का मंदिर। എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ 1 കൊരിന്ത്യർ 6-19 നമ്മളെ പഠിപ്പിക്കുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? लेकिन जब नए नियम में आते हैं तो ये बिल्कुल जो है बदल जाता है। वहां लिखा है, क्या तुम नहीं जानते कि तुम्हारा देह परमेश्वर का मंदिर है और वह तुम में बसा हुआ है? ये परमेश्वर की ओर से मिला है। അതുപോലെ 1 കൊരിന്ത്യർ 3-16 പറയുന്നുണ്ട്, ഡോണ്ട് യു നോ ദാറ്റ് യുവർ ബോഡി ഈസ് ദ ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗാഡ്. इसीलिए पहला कुरिन्थी 3:16 में भी लिखा है, क्या तुम नहीं जानते कि तुम परमेश्वर के मंदिर हो? ഞാനൊരു കാര്യം ചോദിക്കട്ടെ സഹോദരങ്ങളെ, കർത്താവ് വസിക്കുവാൻ തക്കവണ്ണം ശുദ്ധീകരിക്കപ്പെട്ട, കർത്താവ് തിരഞ്ഞെടുത്ത മന്ദിരങ്ങളാണ് നമ്മുടെ ശരീരമെങ്കിൽ നാം എത്രമാത്രം ഭക്തിയോടുകൂടി, എത്രമാത്രം വൃത്തിയോടുകൂടി നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കണം. जब प्रभु का वचन कहता तुम मेरे मंदिर हो, तो मुझे आपको समझना है कि मुझे आपको कितने जीवन के अंदर में भक्ति के साथ, पवित्रता के साथ संसार में चलना है, जीना है। നമുക്കറിയാം, നമ്മൾ പ്രാർത്ഥിക്കുന്ന, നമ്മൾ പാട്ടുപാടുന്ന സഭ കൂടി വരുന്ന വലിയ ഹോളുകളുണ്ട്, അസംബ്ലി ഹോളുകളുണ്ട്. നമ്മൾ വെളിയിൽ കാണിക്കുന്നതൊക്കെ ഈ ഹോളിനകത്ത് കയറിയിരുന്ന് കാണിക്കാറുണ്ടോ? हम देखते हैं कि हम सबके लिए आराधना के लिए बड़े बड़े हॉल हैं, चर्चिस है, लेकिन जो कुछ हम बाहर करते हैं वो क्या हम चर्च के अंदर में करते हैं क्या? നിസ്സാര കാര്യം ഞാൻ ചോദിക്കട്ടെ, പുറത്ത് ചവിട്ടി നടക്കുന്ന ചപ്പലും ഇട്ടുകൊണ്ട് നമ്മൾ ചർച്ചിനകത്ത് കയറാറുണ്ടോ? നമ്മളൊക്കെ ചെയ്യുന്നത് എന്തെന്ന് ചോദിച്ചാൽ, കാലയിൽ നിന്ന് ഷൂ ഊരി ചപ്പല് വെളിയിൽ ഊരിയിട്ട് നമ്മൾ അകത്ത് കയറുകയല്ലേ പതിവ്? बाहर जो हम अनेक स्थानों में जाते हैं, उन जूते चप्पलों को लेके क्या प्रभु के मंदिर में हम जाते हैं क्या? नहीं, हम उसको बाहर उतारते फिर अंदर आते हैं। അതിന്റെ കാരണം എന്താണ്? നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഭയമുണ്ട്. ഇത് പുറത്ത് കാണുന്നത് പോലെയല്ല, ഇവിടെ ദൈവം വസിക്കുന്ന സ്ഥലമാണ്, ഇതിനെ പവിത്രമായി വിശുദ്ധിയോടുകൂടെ ഞാൻ സൂക്ഷിക്കണമെന്ന്. क्योंकि हमारे अंदर में एक भय है, एक विचार है, मैं जिसके अंदर प्रवेश करने जा रहा हूँ ये प्रभु का मंदिर है, यहाँ प्रभु की उपस्थिति है, इस कारण हम ऐसा करते हैं। അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ ശരീരം കർത്താവിന്റെ മന്ദിരമാണെന്ന് പറയുമ്പോൾ എത്ര വൃത്തിയോടുകൂടി, എത്ര വെടിപ്പോടുകൂടി ഞാൻ എന്റെ ശരീരം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. उसी तरह मुझे आपको समझना है, जब प्रभु का वचन कहता है, स्वयं यीशु मसीह कहते हैं कि तुम मेरे मंदिर हो, तो इस शरीर को कितना पवित्र और भक्ति के साथ चलाना है, जीना है हमको। നമ്മൾ ഈ ശരീരം കൊണ്ട് പാപം ചെയ്യുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കി. 1 മിനിറ്റ് പുക വലിക്കരുത് എന്ന് ബൈബിളിൽ എഴുതിയിട്ടില്ല. മദ്യപിക്കുന്നത് തെറ്റാണെന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. പുക വലിക്കുന്നതോ തമ്പാക്കു കഴിക്കുന്നതോ അവിടെ ബൈബിളിൽ എങ്ങും എഴുതിയിട്ടില്ല. തമ്പാക്കു കഴിക്കരുത്, പുക വലിക്കരുത് എന്ന് എഴുതിയിട്ടില്ല. പക്ഷെ പലരും ചോദിക്കാറുണ്ട്, ബൈബിളിൽ എഴുതിയിട്ടില്ലെങ്കിലും ഇത് എന്തുകൊണ്ടാണ് പെന്തിക്കോസ്ത് സഭകൾ അനുവദിക്കാത്തതെന്ന്. हम कई बातें हैं, जैसे कि बीड़ी सिगरेट पीना है, गुटखा खाना है, तम्बाकू खाना है, ये बाइबल में नहीं खाना है, लिखा नहीं है। दाखरस नहीं पीना, शराब नहीं पीना, ये तो लिखा है। लेकिन फिर भी क्यों विश्वासियों को सिखाया जाता है कि तुम ये मत खाओ, ये मत पियो? कारण क्या है? पेंतुकोस्त कलीसिया में ऐसा क्यों बताया जाता है?
അതിന്റെ കാരണം എന്തെന്നറിയാമോ? പുകവലിക്കുമ്പോൾ, തമ്പാക്കു ചവച്ച് തിന്നുമ്പോൾ അത് നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാകും. കാരണം സിഗരറ്റിന്റെ പാക്കറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്, സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. कारण यह है कि तंबाकू के पैकेट में, सिगरेट के पैकेट में लिखा हुआ है, ये हमारे शरीर के लिए हानिकारक है, लिखा हुआ है स्पष्ट रूप से। അതുകൊണ്ട് തന്നെ ദൈവം വസിക്കേണ്ടതായ ഈ ശരീരത്തെ നമ്മൾ എങ്ങനെ നശിപ്പിച്ചാലും ശരി, ദൈവം നമ്മളെ നശിപ്പിക്കും. 1 കൊരിന്ത്യർ 3:16 എഴുതിയിരിക്കുന്നു, ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. इस तरह मैं और आप ऐसे वस्तुओं का सेवन के जो शरीर को नाश करे, तो प्रभु का वचन कहता है, जो इस शरीर को नष्ट करेगा, एक दिन मैं उसको नष्ट कर दूंगा। ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇവിടെ പ്രാർത്ഥനയിൽ നമ്മളെ പഠിപ്പിച്ചു, എനിക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവേ, അങ്ങയുടെ മന്ദിരമാകുന്ന ഈ ശരീരത്തെ സൂക്ഷിപ്പാൻ തക്കവണ്ണം, അതിന് വിശക്കുമ്പോൾ അതിന്റെ ബലം, അതിന് ശക്തി കിട്ടുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് കഴിക്കുവാനുള്ള ഭക്ഷണം തരണമേ എന്നാണ് ആ പ്രാർത്ഥിച്ചതിന്റെ അർത്ഥം. जब प्रभु का वचन में यीशु मसीह ने कहा है कि आज दिन भर की रोटी हमें दे, उसका अर्थ क्या? प्रभु, मेरे शरीर के लिए, मुझे जीने के लिए क्या चाहिए? शक्ति चाहिए, सामर्थ्य चाहिए, शरीर को अच्छा रखने के लिए, वो आज के दिन मुझे आप दीजिए। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ ശരീരത്തിന് ബലമില്ലെങ്കിൽ, നമ്മുടെ ശരീരത്തിന് ശക്തി ഇല്ലെങ്കിൽ, ആത്മീയ കാര്യങ്ങളിൽ പോലുമുള്ള നമ്മുടെ ഉത്സാഹം നമുക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം. मुझे आपको समझना है, मेरे आपके शरीर में शक्ति नहीं, सामर्थ्य नहीं है, ताकत नहीं है, तो आत्मिक कार्यों में भी मैं और आप कमजोर पड़ जाएंगे। നമ്മുടെ 1 രാജാക്കന്മാരുടെ പുസ്തകം 18-19 അധ്യായങ്ങളിൽ നമുക്ക് ഏലിയാവിനെ കുറിച്ചുള്ള കഥ കാണുവാനായിട്ട് കഴിയും. हम देखते हैं पहला राजाओं की किताब 18-19 अध्याय के अंदर एलिया के बारे में हम पढ़ते हैं। ഏലിയാവ് എത്ര ശക്തമായി കർമ്മേൽ പർവ്വതത്തിൽ ഉപയോഗിക്കപ്പെട്ടവനാണ്. 850 ഫോൾസ് പ്രോഫറ്റ്സിന് എതിരായിട്ട് നിന്നുകൊണ്ട് ദൈവത്തിന്റെ നാമം മഹിമപ്പെടുവാൻ, ദൈവമഹത്വം ഇറങ്ങി വരുവാൻ തക്കവണ്ണം ശക്തിയോടെ ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ട ഒരു ദൈവദാസനായിരുന്നു. हम देखते हैं एलीशा कितना सामर्थी एक परमेश्वर का दास था। 850 अन्य देवताओं के, बहुशक्ताओं के खिलाफ अकेले खड़ा हुआ एक दास था एलिया। എന്നാൽ അവനിലേക്ക് ഭയം കടന്നു വന്ന് ജെസബേൽ അവനെ കൊല്ലുവാൻ ആലോചിച്ചപ്പോൾ അവൻ മരുഭൂമിയിലേക്ക് ഓടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. लेकिन बाद में 19 अध्याय में देखते हैं, इज़बेल जो आहाब की पत्नी थी, उसको मार देने की धमकी देती। ये सुन के एलिया डर जाता है और वहां से भाग जाता है। അവനൊരു ചൂരച്ചെടിയുടെ കീഴിൽ പോയിരുന്നു കൊണ്ട് എനിക്ക് മരിച്ചാൽ മതിയെന്നും പറഞ്ഞ് ഡിസ്കറേജ്ഡ് ആകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. वह हम देखते हैं 19 के 4 वाक्य में, वो एक झाड़ू के पेड़ के नीचे बैठ के प्रभु से कहता, प्रभु अब बहुत हो गया, मेरा प्राण ले लो आप। അവൻ നടന്ന് ക്ഷീണിച്ച്, ശരീരം മുഴുവനും ക്ഷീണിച്ച് നിരാശപ്പെട്ടുകൊണ്ട് അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. हम देखते हैं कि शरीर जो है थक गया, निराश हो गया, दुखी हो गया, और वो वहां जाके लेट गया, सो गया। ദൈവം അവന്റെ അടുക്കലേക്ക് ഒരു സേർമൺ അല്ല, ഒരു ദൂതല്ല അയച്ചത്, പിന്നെയോ അവന് വേണ്ട ഭക്ഷണമാണ് ഒരു പക്ഷിയുടെ കയ്യിൽ, കാക്കയുടെ കയ്യിൽ കൊടുത്ത് ആദ്യമായി വിട്ടത്. हम देखते हैं कि परमेश्वर ने क्या किया, केवल एक दूत को नहीं भेजा, लेकिन उसको खाने के लिए क्या चाहिए, प्रभु ने वहां पे उस खाने के लिए व्यवस्था किया। അവൻ ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങി. പിന്നെയും നമ്മൾ വായിക്കുന്നു, വീണ്ടും അവന് ഭക്ഷണം ദൈവം അയച്ചു കൊടുത്തു. हम देखते खाना खा के फिर वो सो जाता है, लेकिन फिर परमेश्वर खाना उसके लिए भेजता है खाने के लिए। ഇതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? നമ്മുടെ ആത്മാവിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു ദൈവമല്ല, പിന്നെയോ നമ്മുടെ ശരീരത്തിന്റെ ക്ഷീണസ്ഥിതിയിൽ നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന ഭക്ഷണം, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് വേണ്ടി ആവശ്യങ്ങൾ നിവർത്തിച്ചു തരുവാനും നമ്മുടെ പിതാവിന് കഴിയും. പിതാവിന് അതിന് മനസ്സുണ്ടെന്നാണ് പഠിപ്പിക്കുന്നത്. उसी तरह मुझे आपको समझना है, केवल प्रभु हमारी आत्मिक बातों के नहीं, लेकिन मेरे आपके शरीर के लिए समय पे क्या चाहिए, उन तमाम बातों को भी चिंता करने वाला, आवश्यकताओं के अनुसार कार्य करने वाला हमारा जीवित परमेश्वर है, प्रभु यीशु मसीह। हालेलुया। ദൈവവചനത്തിൽ പലയിടത്തും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ശിഷ്യന്മാരെ ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് അവരോട് പറയുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തില് 31-ാമത്തെ വാക്യത്തിൽ ശിഷ്യന്മാരോട് കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ വന്ന് അല്പം ആശ്വസിക്കാനായിട്ട് പറയുന്നുണ്ട്. हम देखते हैं मरकुस रचित सुसमाचार 6 अध्याय 31 आयत के अंदर में स्वयं प्रभु अपने शिष्यों से कहता है, तुम बहुत थक चुके हो, अब थोड़ा सा आराम कर लो, विश्राम कर लो।
എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും കരുതരുത് ഞാൻ ശരീരം ക്ഷീണിച്ച് ഞാൻ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ദൈവം എന്നോട് ദേഷ്യപ്പെടും. ഇല്ല, നിന്റെ എല്ലാ അവസ്ഥകളും സ്വർഗത്തിലെ ദൈവത്തിനറിയാം. ഹല്ലേലൂയ. നിന്നെ പൂർണ്ണമായി അവിടുന്ന് സ്നേഹിക്കുന്നുണ്ട്. ഒരപ്പൻ മകനെ സ്നേഹിക്കുന്നത് പോലെ, ഒരമ്മ മകളെ സ്നേഹിക്കുന്നത് പോലെ നിന്റെ ആത്മീകവും ഭൗതികവുമായ സകല വിഷയങ്ങളിലും സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ ശ്രദ്ധാലുവാണ്. इसलिए मुझे और आपको समझ, जीवन यात्रा में हो सकता है कई बार मैं और आप भी शरीर से इस तरह थके हो सकता है मेरा प्राप्त ना कर ना पाए, वचन ना पढ़ ना पाए, तो हम सोचे कि हो प्रभु शायद मुझे नाराज हो जाए, गुस्सा हो जाएगा। नहीं, ऐसा नहीं है। प्रभु मेरे रात की हर एक अवस्थाओं को देखता है, समझता है, उसके अनुसार कार्य करता है हमारे लिए। മറ്റൊരു തെറ്റായ പഠിപ്പിക്കൽ സഭകളുടെ മധ്യത്തിലുണ്ട്. എന്തെന്നറിയാമോ? നാം ഉപവസിക്കുന്നതിന്റെ ഉദ്ദേശം ശരീരത്തെ ക്ഷീണിപ്പിച്ച് ഇല്ലാതാക്കുകയാണ് എന്നൊരു പഠിപ്പിക്കൽ നമ്മുടെ മധ്യത്തിലുണ്ട്. दूसरा एक गलत शिक्षा है हमारे मध्य में है उपवास के बारे में, कि हम अपने शरीर को जो है उपवास इसलिए रखते हैं ताकि शरीर को हम दुखी करे, परेशान करे, कमजोर कर दें। അങ്ങനെയല്ല അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. ഉപവസിക്കുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? ശരീരത്തിന് കൊടുക്കുന്ന പ്രാധാന്യം, അതായത് ശരീരത്തിലെ സുഖങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം, ശരീരത്തിലെ എന്റർടൈൻമെന്റ്സിന് സന്തോഷം കണ്ട് ഇത് കണ്ട് ലോകപരമായി ജീവിക്കുന്ന ജീവിതത്തിൽ നിന്ന് ശരീരത്തിന് ഒരു വിടുതൽ കൊടുക്കുകയാണ് ഉപവാസത്തിന്റെ പ്രാഥമികമായ കാരണം. लेकिन उपवास का प्राथमिक कारण क्या है? संसार के अंदर शरीर को जो हम सुख देते हैं, उसके लिए हम जो चीजें इस्तेमाल करते हैं, उनको बिल्कुल हम बंद करके हम प्रभु की ओर ध्यान करते हैं, मनन करते हैं। ये उपवास है। ഞാൻ ഇനി ചോദിക്കുന്ന ഈ ചോദ്യം വളരെ വ്യക്തമായി, വളരെ വളരെ ഹല്ലേലൂയ ബുദ്ധിയോടുകൂടി ചിന്തിച്ച് മനസ്സിലാക്കണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. സഭയുടെ മധ്യത്തിൽ ഉപവാസം പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ മാറ്റിവെക്കുന്നത് ഭക്ഷണം മാത്രമല്ലേ ഉള്ളൂ? मुझे आपको इस बात को समझना है, ध्यान से सोचना है। हम उपवास के अंदर अधिकतर बार कलीसिया में उपवास हो तो हम क्या करते हैं? केवल खाने को अलग करते हैं, बाकी कोई चीज को अलग नहीं करते हैं। നമ്മൾ TV കാണുന്നുണ്ട്, ഫോണിനകത്ത് കാണുന്നുണ്ട്, ആവശ്യമല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, റോഡിലൂടെ കറങ്ങി നടക്കുന്നുണ്ട്, കൂട്ടുകാർ തമ്മിലിരുന്ന് സംസാരിക്കുന്നുണ്ട്, ബാക്കി എല്ലാ കാര്യങ്ങളും ശരീരത്തിന് വേണ്ടി ചെയ്യും. ഭക്ഷണം മാത്രം നമ്മൾ വേണ്ടെന്ന് വെക്കും. हम बाकी सब चीजें करेंगे, टीवी देखेंगे, मोबाइल देखेंगे, अनाप शनाप गपशप करेंगे, बाहर जाएंगे, घूमेंगे फिरेंगे, केवल एक काम किया हमने, खाना नहीं खाया, बाकी सब कर रहे हैं। അതല്ല ഉപവാസം. ഉപവാസം എന്ന് പറഞ്ഞാൽ ഉപവസിക്കുക, ദൈവത്തോട് കൂടെ വസിക്കുക എന്നുള്ളത് അതിന്റെ അർത്ഥം. उपवास ये नहीं है उपवास करते प्रभु के साथ वास करे, समय बिताए। അവിടെ പറയുകയാണ്, ഭക്ഷണത്തിന് വേണ്ടി ഞാൻ സമയം ചെലവഴിക്കുന്നില്ല, ഭക്ഷണം ഉണ്ടാക്കുവാൻ സമയം ചെലവഴിക്കുന്നില്ല, ആ ഭക്ഷണത്തിന് എനിക്ക് ചെലവാകേണ്ട പൈസ ഞാൻ സാധുക്കൾക്ക് വേണ്ടി കൊടുക്കുന്നു, ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നു. ആ ഭക്ഷണം ഒഴിഞ്ഞിരിക്കുന്ന സമയം ഞാൻ ദൈവത്തോട് ചേർന്നിരുന്നുകൊണ്ട് ദൈവസന്നിധിയിൽ വസിച്ചുകൊണ്ട് എന്റെ ആത്മാവിന് വേണ്ടി ജാഗരിക്കുന്നു എന്നാണ് ഉപവാസത്തിൽ അർത്ഥമാക്കുന്നത്. उपवास के समय आप क्या संदेश देते हैं? देखो मैं बनाने का समय बर्बाद नहीं कर रहा हूँ, खाने के लिए पैसा लगता है वो मैं दूसरे सेवा के कार्यों में देता हूँ। बाकी तमाम कामों से अलग होके समय को बचाते हुए प्रभु की ओर ध्यान करके बैठते हैं, वो उपवास है। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തെ നിങ്ങളുടെ ശത്രുവായിട്ട് നിങ്ങൾ കാണരുത്. ശരീരമല്ല നിങ്ങളുടെ ശത്രു. ശരീരത്തിന്റെ ഉള്ളിൽ ഒരു ഇച്ഛയുണ്ട്, ഒരു നേച്ചർ ഉണ്ട്, ഒരു ആദമിക് നേച്ചർ ഉണ്ട്. അതാണ് നിങ്ങളുടെ ശത്രു. इसलिए मुझे आपको समझना है, हमारा शरीर हमारा शत्रु नहीं है। शरीर के अंदर एक इच्छा है, हमारा नेचर है, वही हमारा शत्रु है मुख्य। യേശു കർത്താവ് ഇതേ ശരീരത്തിൽ വസിച്ച വ്യക്തിയാണ്. യേശു കർത്താവ് ഒരിക്കലും തന്റെ ശരീരത്തെ ശത്രുവായിട്ട് കണ്ടില്ല. यीशु मसीह ने भी 33.5 साल इसी शरीर में वास किया, कभी भी शरीर को यीशु मसीह ने शत्रु नहीं समझा अपना। അങ്ങനെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. प्रभु ने भी हमको ऐसी शिक्षा नहीं दिया है। അപ്പോൾ അതുകൊണ്ട് ഇന്നു മുതൽ ഞാൻ എന്റെ വാക്കുകളെ 2-3 മിനിറ്റുകളിൽ നിർത്തുകയാണ്. അതുകൊണ്ട് ഇന്നു മുതൽ നാം മനസ്സിലാക്കേണ്ടത്, ഈ ശരീരം കർത്താവിന്റെ മന്ദിരമായതുകൊണ്ട് കർത്താവിനെ ദുഃഖിപ്പിക്കുന്ന, കർത്താവ് വസിക്കുവാൻ തക്കവണ്ണം തടസ്സമായിരിക്കുന്ന പാപത്തിന്റെ വഴികളിൽ ഞാൻ എന്റെ ശരീരത്തെ നയിക്കത്തില്ല. इसलिए मुझे आज मेरा आप निर्णय करें, ये शरीर प्रभु का मंदिर होने के कारण मैं इस शरीर को पाप करने के लिए, गंदे बातें, गंदे विचार करने के लिए अनुमति नहीं दूंगा। प्रभु से मेरा आप कहें, നമ്മുടെ ശാരീരിക ബലത്തിൽ അത് നമുക്ക് കഴിയുകയില്ല, മാനുഷിക ബലത്തിൽ നമുക്ക് കഴിയുകയില്ല. അതിനാണ് നമുക്ക് വേണ്ടി സഹായകനായി കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഉള്ളത്. शरीर हमारा कमजोर है,
इस शरीर की शक्ति से मेरा आप कुछ नहीं कर सकते हैं, लेकिन इसीलिए प्रभु ने पवित्र आत्मा मुझे और आपको दिया हुआ है। എവിടെയെങ്കിലും നാം ക്ഷീണിക്കുമ്പോൾ, അരുതാത്ത കാര്യങ്ങൾ നാം കാണുവാൻ അടിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ വീണു പോകുന്നു, നമ്മൾ കോപത്തിലായിക്കൊള്ളട്ടെ, മോഹത്തിലായിക്കൊള്ളട്ടെ, ഏതെങ്കിലും വിഷയത്തിൽ തോറ്റു പോകുന്നുവെങ്കിൽ ഹല്ലേലൂയ, നാം കർത്താവിനോട് പറയണം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ, നിൽക്കുവാൻ തക്കമുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കണം. कई बार मेरा आप संसार में गिरने की अवस्था में हो, शारीरिक मोह के अंदर हम चले जाएं, ईर्ष्या क्रोध में हम चले जाएं, तब प्रभु से प्रार्थना करना, प्रभु मुझे इन सब पे जय प्राप्त करने के लिए शक्ति दो, पवित्र आत्मा मेरी सहायता करे। ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ വിഷയത്തിൽ മറ്റു പല കാര്യങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ടുണ്ട്. ഇന്നത്തെ ഭക്ഷണം എന്ന് പറയുമ്പോൾ ബ്രെഡ് ഫോർ ടുഡേ, അതിന് ആത്മീയ അർത്ഥങ്ങളുണ്ട്. മറ്റു പല കാര്യങ്ങൾ ആ ഒരു വാക്യത്തിൽ നിന്ന് പറയുവാനായിട്ടുണ്ട്. കർത്താവ് വന്നില്ല എങ്കിൽ അടുത്ത ആഴ്ച നമ്മൾ അതിനെക്കുറിച്ച് ധ്യാനിക്കുവാനായിട്ട് പോവുകയാണ്. इस वाक्य में से और कुछ और बातें मुझसे कहना है, कुछ आत्मिक बातें भी हैं। उन बातों को आने वाले दिनों में प्रभु के आगमन दे रहे अवसर है तो हम उसमें से मनन करेंगे। നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. प्रभु के सामने अपने सरों को झुकाएं। ഇന്നത്തെ രാത്രി കേൾപ്പിച്ച വചനത്തിനായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് നന്ദി പറയാം. आज के रात जो प्रभु का वचन प्रभु ने हमें दिया है, उसके लिए प्रभु को हम धन्यवाद करें। നമ്മുടെ കർത്താവിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്തിട്ട് കർത്താവിന്റെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ, അവന്റെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്നുള്ള പ്രാർത്ഥനയിൽ ജീവിക്കുമ്പോൾ, നമ്മുടെ ശരീരത്തിന് വേണ്ട സകലതും തരുവാൻ കർത്താവിന് കഴിയും. प्रभु के लिए अपने जीवन को प्राथमिकता दें, प्रभु की इच्छा के साथ चले, प्रभु के राज्य के लिए मेरा आप काम करें। तो प्रियो, प्रभु मेरे आपके शरीर के लिए क्या चाहिए समय समय पे पूरा करेगा। ഇന്നത്തെ മെസ്സേജ്, ഇന്നത്തെ ദൂത് നമ്മൾ ലഭിച്ചപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ശരീരം ഒരിക്കലും നമ്മുടെ ശത്രുവല്ല. आज का संदेश के द्वारा मुझे आपको सीखना है, शरीर कभी भी मेरा और आपका विरोधी या शत्रु नहीं है। ഈ ശരീരം ഉള്ളത് കൊണ്ടാണ് കർത്താവിനെ സേവിക്കുവാൻ തക്കോണം നമുക്ക് കഴിയുന്നത്. ये शरीर आज है, जिंदा है, इसलिए ही प्रभु की मैं और आप सेवा कर रहे हैं। ഈ ശരീരം ഉള്ളത് കൊണ്ടാണ് കർത്താവിന് പാടുവാൻ കഴിയുന്നത്, കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നത്. ये शरीर है, इसलिए हम उसकी आराधना करते, गाना गाते हैं, प्रार्थना करते हैं। ഈ ശരീരം ഉള്ളത് കൊണ്ടാണ് മറ്റൊരു സ്ഥലത്തേക്ക് പോയി സുവിശേഷം അറിയിക്കുവാൻ തക്കോണം നമുക്ക് കഴിയുന്നത്. ये शरीर है, इसलिए ही मैं और आप अनेकों दूसरे स्थानों में जाके सुसमाचार का प्रचार करते हैं। ഈ ശരീരം ഉള്ളത് കൊണ്ടാണ് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കുവാനും അവരെ കരുതുവാനും അവരുടെ കണ്ണുനീര് തുടയ്ക്കുവാനും കഴിയുന്നത്. ये शरीर है, इसलिए दूसरों की भलाई करते, दूसरों की चिंता करते, उनकी आंखों के आंसुओं को पहुंचते हैं। ഈ ശരീരം നന്നായിരിക്കണമെന്ന് ഈ ശരീരത്തെ അമ്മയുടെ ഉദരത്തിൽ ഉത്ഭവിപ്പിച്ച ഉരുവാക്കിയ ദൈവം ആഗ്രഹിക്കുന്നു. माँ के घर में जिसने इस शरीर की रचना की, ये अच्छा रहे, स्वस्थ रहे, ये प्रभु की इच्छा है। प्रियो, ദൈവനാമത്തിന് മഹത്വം കൊടുത്തതിനു ശേഷം, ദൈവവഴികളിൽ ജീവിപ്പാൻ ആഗ്രഹിച്ചതിനു ശേഷം, കർത്താവെ, അങ്ങ് എൻ്റെ മേൽ എനിക്ക് തന്നിരിക്കുന്ന ഈ ശരീരത്തെ തിരുസന്നിധിയിൽ പവിത്രമായിട്ട് സൂക്ഷിക്കുവാൻ എനിക്ക് കൃപ തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. हम प्रभु से प्रार्थना करें। प्रभु को जीवन में प्राथमिकता देने के बाद, प्रभु की इच्छा के अनुसार चलने के बाद, शरीर के लिए क्या क्या चाहिए प्रभु हमें देने के लिए हम फिर से प्रभु से प्रार्थना करें। അതാണ് നമ്മൾ പ്രാർത്ഥിച്ചത്. ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. वही हमने प्रार्थना किया, प्रभु आज दिन भर की रोटी आप मुझे दो। അതിന്റെ ഗ്രീക്ക് മീനിങ്ങിലേക്ക് കടന്നു പോകുമ്പോൾ, മൂലഭാഷയിലേക്ക് കടന്നു പോകുമ്പോൾ, ആ ഒരു വാക്യത്തിൽ നമ്മുടേതായ സകല ഭൗതിക ആവശ്യങ്ങളെ കുറിച്ചും മെൻഷൻ ചെയ്തിട്ടുണ്ട്. इस वाक्य का हम ग्रीक शब्द का अर्थ देखें तो इस शरीर के लिए और क्या क्या चाहिए, सब कुछ उसके अंदर में लिखा हुआ है। കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കാം. प्रभु के आगमन दे रहे तो अगले हफ्ते फिर हम उन बातों को देखेंगे। കർത്താവേ, ഞങ്ങൾക്ക് തന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം. അങ്ങയുടെ വചനം ഞങ്ങളെ കേൾപ്പിച്ചതിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവേ അങ്ങയുടെ ശുശ്രൂഷ ചെയ്യുവാനും അങ്ങയുടെ ജനത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് വചനത്തെ അവരോട് അറിയിപ്പാനും തക്കവണ്ണം കൃപ തന്നതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ ജനത്തിനും അടിയങ്ങൾക്കും ഇന്നത്തെ രാത്രിയിലെ ശുശ്രൂഷ അനുഗ്രഹമാക്കി തീർത്തല്ലോ. സ്തോത്രം അപ്പച്ച. അങ്ങേ തന്നിരിക്കുന്ന സമയം, അങ്ങ് ഏൽപ്പിച്ചിരിക്കുന്ന വേലകൾ വിശ്വസ്തയോടെ ചെയ്യുവാൻ സ്വർഗം ഞങ്ങളെ വീണ്ടും അഭിഷേകം ചെയ്ത് സഹായിച്ചാട്ട് കർത്താവേ, അങ്ങയുടെ ദാസിന് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസിനെ കുറിച്ചുള്ള ശ്രേഷ്ഠമേറിയ പദ്ധതികൾക്കായി സ്തോത്രം. അങ്ങയുടെ ദാസിനെ ബലപ്പെടുത്തണമേ, സഹായിക്കണമേ. മുന്നോട്ടുള്ള യാത്രയിൽ തന്റെ ആവശ്യങ്ങൾ കർത്താവ് അറിഞ്ഞ് അത്ഭുതകരമായ വഴിയിലൂടെ നടത്തി മാനിച്ചനുഗ്രഹിക്കണമേ എന്ന് അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാറ്റിലും അങ്ങയുടെ നാമത്തെ മഹിമപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ അടിയങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ.
ആമേൻ. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ചിട്ട് അവസാനിപ്പിച്ചാട്ടെ. आइए फिर से प्रार्थना में जाएं। प्यारे परमेश्वर खुदा, हम आपको धन्यवाद करते खुदा, इस रात के समय प्रभु आपके दास के द्वारा प्रभु आपने हमसे बातचीत किया खुदा। धन्यवाद परमेश्वर, आपने खुदा इस संसार में हमें जीवितों के मध्य में जीवित रखा ताकि हम अपने जीवन में आपको प्रथम स्थान देते हुए प्रभु आपकी इच्छा के अनुसार चलते हुए आपके राज्य के लिए काम करते हुए जिए, ताकि खुदा इस संसार में हमारे शरीर के लिए जो कुछ चाहिए प्रभु वो सब समय समय पे प्रभु आप हमारे लिए करो। आज तक आपने हमारे लिए किया, इसलिए धन्यवाद करते खुदा। आज आपके शरणों में आ रहे एक विश्वासी दास दासी के लिए धन्यवाद करते हैं खुदा। आज का वचन सबके जीवन में कार्य करे खुदा, और भी समर्पण के साथ चलने जीने के लिए हमारी सहायता करना खुदा। इस शरीर आपका मंदिर है परमेश्वर प्रभु, इसे पवित्रता के साथ चलाने के लिए जीने के लिए हम सबके सहायता करना। आपके दास के लिए धन्यवाद करते प्रभु, आपके दास परमेश्वर प्रभु धन्यवाद करते खुदा। आपके दास को बहुताई से परमेश्वर आप अनुग्रह करना खुदा, उनकी सेवकाई को परिवार कलीसिया को अनुग्रह करना खुदा। राजस्थान गॉस्पेल मिनिस्ट्री को चला रहे सन्नी पास्टर के लिए धन्यवाद करते खुदा, दासों के लिए धन्यवाद करते, आज के मीटिंग को लीड किए खुदा प्रभु, गीतों के अगुवाई के दासों को धन्यवाद करते खुदा। आपके शरणों बैठे हर एक भाई बहन बच्चों के लिए धन्यवाद करते, अनुग्रह करना। सब कुछ आपके नाम की महिमा के लिए हो, यीशु मसीह के नाम से मांगते हैं, आमीन। आमीन आमीन। पास्टर साहब आशीर्वचन बोलकर समाप्त कीजिए। കർത്താവിന്റെ ദാസൻ ആശീർവാദം പറഞ്ഞാട്ടെ പാസ്റ്റർ, ഹിന്ദിയിൽ തന്നെ. आइए हम फिर से आशीर्वाद के लिए जाएं। त्रिएक परमेश्वर का प्रेम, अनुग्रह, सहभागिता, उसकी करुणा दया हम सबके साथ, तमाम संतों के साथ, आज मीटिंग में शामिल हुए तमाम विश्वासी गणों के साथ हमें